സംബന്ധിച്ചാണ് നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നത്. സമാധാനപരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ಪಾಠಗಳನ್ನು നമ്മുടെ ಪಿಂಜು ಮಕ್ಕಳಿಗೆ ನಾವು പഠിപ്പിക്കുന്നത്. ಬಹಳಷ್ಟು ಸಂತೋಷವಾಗ್ತಿದೆ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸಲಿಕ್ಕೆ. ಬಹುಶಃ ಇದು ಬಹಳಷ್ಟು ಉಲೇಮಾಗಳಿರುವಂತಹ ಒಂದು ವೇದಿಕೆಯಲ್ಲಿ ಈ ಒಂದು ವೇದಿಕೆ ಬಂದು ಎಲ್ಲ ಉಲೇಮಾಗಳ ದುವಾ ಪಡೆಯುವಂಥ ಅವಕಾಶವನ್ನು ಅಲ್ಲಾಹ್ ತಾಲಾ ನನಗೆ ಕೊಟ್ಟಿದ್ದಾನೆ. ಅಂತಹ ಸಂದರ್ಭದಲ್ಲಿ ಪ್ರಪ್ರಥಮವಾಗಿ ಎಲ್ಲ ಉಲೇಮಾಗಳ ಮತ್ತು ಉಮರಾಕಳ ದುವಾ ನಾನು ಇವತ್ತು ಯಾಚಿಸಿಕೊಳ್ಳುತ್ತಾ, പക്ഷെ ഇതര മതസ്ഥരോടുള്ള സമീപനം സൗഹൃദപരമായ സമീപനമാണ്, സഹിഷ്ണുതാപരമായ സമീപനമാണ്. അതാണ് ദീൻ പഠിപ്പിച്ചത് എന്ന് സമസ്ത പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള IS മാത്രമല്ല, ബൊക്കോ ഹറാമിനെ മാത്രമല്ല, താലിബാനെ മാത്രമല്ല, അൽ ഖായിദയെ മാത്രമല്ല, തഹ്രീക്കെ താലിബാനെ മാത്രമല്ല, ഈ തരത്തിലുള്ള സകലമായ തീവ്രവാദ സംഘടന എതിർക്കുന്ന അതേ സമയത്ത് തന്നെ സ്വന്തം നാട്ടിൽ ജനിച്ച മണ്ണിൽ വളർന്നു വന്ന ഭൂരിപക്ഷ വർഗീയത മാത്രമല്ല, മുസ്ലിം ന്യൂനപക്ഷത്തിന് ഉയർന്നു വരുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ശക്തമായി എതിർക്കുകയും മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ ഈ പുതിയ തീവ്രവാദ സംഘടനകൾ? SDPI എന്ന പേരിൽ, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പേരിൽ, ഇമാം കൗൺസിൽ എന്ന പേരിൽ, അതുപോലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പേരിൽ തീവ്രവാദ പ്രസ്ഥാനം വളർത്തുന്ന ഈ പ്രവർത്തനത്തിന് കേരളത്തിന്റെ മണ്ണിലാണ് തുടക്കം കുറിച്ചത്. കേരളത്തിന്റെ മണ്ണിൽ തുടക്കം കുറിക്കുന്ന ഘട്ടത്തിൽ അവർ സംഘടന എന്ന പേര് പോലും ഉച്ചരിക്കാതെ സ്വകാര്യമായി തീവ്രവാദ ചിന്തകൾ കേരളീയ മുസ്ലിം സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവന്ന് ഒരേ സമയം മുസ്ലിങ്ങളെ തീവ്രവാദികളും ഒരേ സമയം സുന്നി വിരുദ്ധരുമാക്കി തീർക്കാനുള്ള ഗൂഢമായ നീക്കവുമായി രംഗത്ത് വന്നപ്പോൾ അന്നതിനെ ശക്തമായ ചെറുത്തുനിൽപ്പതിനെ നടത്തിയത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർദ്ദേശപ്രകാരം അച്ചടക്കമുള്ള SKSSF എന്നതിന്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായിരുന്നു. ചരിത്രം സാക്ഷി. ഇന്ന് കേരളത്തിൽ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് പേരില്ല. ഒരു സുന്നി സംഘടന അവരെ വിളിക്കില്ല, മുജാഹിദ് പ്രസ്ഥാനം അവരെ വിളിക്കില്ല, സലഫി പ്രസ്ഥാനം അവരെ വിളിക്കില്ല, ജമാഅത്തുകാർ അവരെ വിളിക്കില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി ഒരു പാർട്ടി പോലും അവരെ ഒരു സംഘടനയും ഒരു തരക്കും ബന്ധിപ്പിച്ചിട്ടില്ല, അടുപ്പിച്ചിട്ടില്ല. ഇവിടെ കർണാടക സ്റ്റേറ്റിൽ അതെല്ലാം മറന്ന് SKSSFന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമ്മേളനത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും ഞങ്ങൾ ഇതിന്റെ ഭാഗമാണ് എന്ന് വരുത്തി തീർത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഈ സംഘടനയെ ഔദ്യോഗിക വൃത്തങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കം ഈ കക്ഷികൾ നടത്തുന്നുണ്ടെങ്കിൽ അത് വിജയിക്കാൻ പോകുന്നില്ല. സുന്നത്ത് ജമാഅത്തിന്റെ മക്കളെ ഇത്തരം തീവ്രവാദ സംഘടന കിട്ടുന്ന പരിപാടിയല്ല. സമസ്തയുടെ പ്രഖ്യാപിത നയം വളരെ വ്യക്തമാണ്. ಇಷ್ಟೊಂದು ಜನಸ್ತೋಮ ಜನಸಾಗರವನ್ನು ನೋಡುವಾಗ ಹೃದಯ ತುಂಬಿ ಬರ್ತದೆ.